ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് നമുക്ക് കുറച്ച് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് പരിചയപ്പെട്ടാലോ. ഇന്ന് ഞാൻ കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാം. അതുപോലെ ഇത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇനി വേനൽക്കാലമൊക്കെ വരികയാണല്ലോ, അപ്പോൾ നമുക്ക് കോട്ടൺ ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് നല്ല ഐറ്റംസ് ആണ്. നമുക്ക് സ്ലിറ്റ് ഇട്ട് ചുരിദാർ ടോപ്പ് തയ്ക്കുകയാണെങ്കിൽ മാത്രം ലൈനിങ് കോട്ടൻ്റെ കനം കുറഞ്ഞ ലൈനിങ് വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഗൗണ് അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. വെള്ളടിക്കുള്ള തുണിയൊന്നും അല്ല, എന്നാലും നമ്മൾ സ്ലിറ്റ് ഇട്ട് തയ്ക്കുമ്പോൾ ഒരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈനിങ് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു വൈറ്റിൽ വന്നിട്ട് ബ്ലൂ പ്രിൻറ്റ് വന്നേക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബോട്ടവും ടോപ്പും സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഗൗണ് ടോപ്പുകളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഗാദറിങ് ഇട്ട് ഫ്രിൽസ് ഇട്ട് തട്ടായിട്ടൊക്കെ തയ്ക്കുമ്പോൾ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് തയ്ക്കാം. അതുപോലെ യോക്ക് പോർഷന് സ്ലീവൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ്, നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളറാണ് കേട്ടോ. ഇത് ഈ ക്യാമറ കാണുന്ന അതേ സെയിം കളർ തന്നെയാണ്. കളറിന് യാതൊരുവിധ മാറ്റവും ഇല്ല കേട്ടോ. നല്ല കളറാണ്. ഇത് മിക്സ് ആൻഡ് മാച്ചായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കലങ്കാരി പ്രിൻ്റ് ആണ് ഒരു പ്രിൻ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടോപ്പ് തയ്ച്ചിട്ട് മറ്റേ കാണുന്ന ചെറിയ ഡിസൈൻ നമുക്ക് ബോട്ടം തയ്ക്കാം. അതുപോലെ ഗൗണൊക്കെ ആണെങ്കിൽ യോക്ക് പോർഷനും സ്ലീവും കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെറ്റീരിയൽസ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ഉള്ള കാര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഇനി അതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഡിസൈൻസ് അയച്ചു തന്നാൽ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ഇനി വന്നേക്കുന്ന ഒരു ചന്ദന കളർ, ഒരു ഓഫ് വൈറ്റ് അല്ല ഒരു ക്രീം കളറ്, അതിനകത്ത് ആണ് ഈ പ്രിൻ്റ് വന്നിരിക്കുന്നത്. അതിന് ഡാർക്കായിട്ട് ഒരു ബ്ലാക്കിൽ ആണ് നമ്മുടെ പ്രിൻ്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ചായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ടോപ്പും പാൻറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ടോപ്പിൽ തന്നെ നമുക്ക് ഈ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്ന ഒരു ഐഡിയാസൊക്കെ ഉള്ളൊരു കാലമാണല്ലോ. അപ്പോൾ ടോപ്പിൽ യോക്ക് പോർഷനിൽ അല്ലെങ്കിൽ നെക്കിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ഇത് മാറ്റി ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ട് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കളറാണ്. നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ ഷെയ്ഡിലെ അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ. നല്ലൊരു കളറാണ്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് കളറിൽ വന്നേക്കുന്ന നമുക്ക് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പ്രിൻ്റ് വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ കോട്ടൻ്റെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് യൂസ് ചെയ്യാനും വെയർ ചെയ്യാനും ഒക്കെ നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇനി നമുക്കിതിൽ വന്നേക്കുന്ന ഒരു കലങ്കാരി പ്രിൻ്റ് തന്നെയാണ്. അതിൽ നമുക്ക് ബോട്ടം പാർട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ട്രൈപ്സ് മെറ്റീരിയലാണ്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടുള്ളത്, അതുകൊണ്ട് കുർത്തി തയ്ച്ചാലും നല്ലതാണ് കേട്ടോ. നമുക്ക് ഹൈറ്റൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ട്രൈപ്സ് താഴത്തേക്ക് വരാൻ പാകത്തിന് തയ്ക്കാം. അതുപോലെ നമുക്ക് ഇത് കലങ്കാരി വന്നിരിക്കുന്നത് ടോപ്പായിട്ട് തയ്ക്കാം, ഈ സ്ട്രൈപ്സ് വന്നിരിക്കുന്ന ബോട്ടമായിട്ട് തയ്ക്കാം. അങ്ങനെ നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വന്നിരിക്കുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. ഈ ക്യാമറയിൽ ഇത് ഇച്ചിരി തെളിഞ്ഞ റെഡായിട്ടാണ് കാണുന്നത്, ഇത്രയും തെളിച്ചില്ല കേട്ടോ. ഒരു ഡാർക്ക് കളർ തന്നെയാണ്. ഇനി ക്രിസ്മസിന് ഫ്രോക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റെഡും വൈറ്റും കോമ്പിനേഷനൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതെടുക്കാം കേട്ടോ. ചുരിദാറിന് വേണ്ടിയിട്ടാണെങ്കിലും ഫ്രോക്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ മെറ്റീരിയൽ അതിന് സ്യൂട്ടായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഏത് മോഡലും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ അറിവുകളും വീഡിയോസും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ
പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.